ഹരേ കൃഷ്ണ, രാധേശ രാധേശ, ഹരേ നാരായണ, ഹരി ഓം ഹരി ഓം. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടോ. ഭഗവാൻ ഹരേ കൃഷ്ണ. പല്ലി ഇവിടെ ചലിക്കും എന്തായാലും. ഭഗവാന്റെ അലങ്കാരം പറയുമ്പോഴത്തേക്കും പല്ലി അലയ്ക്കാൻ തുടങ്ങി. ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മളിന്ന് ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരത്തിലേക്ക് പോവുകയാണ്. പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് എങ്ങനെയാണെന്ന് ശ്രീലകത്ത് നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ. കാണണ്ടേ കണ്ണനെ കാണണ്ടേ. ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മളിന്ന് ഭഗവാനെ കാണാൻ പോവാണ്. ശ്രീലകത്ത് ഉച്ചപൂജ നട അടച്ചു തുറന്ന് ആ പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് നെയ്തിയൊക്കെ കഴിച്ച് എങ്ങനെയാണ് പൊന്നുണ്ണി ഇങ്ങനെ സന്തോഷവാനായി നിൽക്കുന്നത് എന്ന് നമുക്ക് നോക്കണ്ടേ. ആ പൊന്നുണ്ണിയെ കാണാനായിട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നോടൊപ്പം എല്ലാവരും വരികട്ടോ. ഗുരു ഭവനപുരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. അങ്ങനെ നമ്മളിന്ന് ഭഗവാന്റെ അടുത്ത് എത്തുകയാണ്. ആ കൊടിമരച്ചുവട്ടിലൂടെ നമ്മൾ ഇങ്ങനെ കിടക്കുകയാണ് അല്ലേ. പൊന്നുണ്ണിയെ ഇങ്ങനെ കാണാനുള്ള ആകാംക്ഷയാണ്. കുറേ നേരമായില്ലേ ക്യൂ ഒക്കെ നിന്നിട്ട് പോകുന്നത് അല്ലേ. ക്യൂ ഒക്കെ നിൽക്കുന്നത്. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമ്മൾ അതാണ് ശ്രീലകത്തേക്ക് എത്താണ്. ഭഗവാനെ കാണാണ് എങ്ങനെയാണെന്ന്. അങ്ങോട്ടേക്ക് കടക്കുമ്പോഴത്തേനൊരു എന്താ പറയാ, നല്ല ശക്തിയുള്ള ഫാനിന്റെ ഒക്കെ കാറ്റില്ലേ, വളരെ സുഖകരമായിട്ട് നമ്മള് തളർന്നു നിൽക്കുന്ന ഓരോരുത്തർക്കും ആ കാറ്റൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നമ്മളിങ്ങനെ ആ ഗോപുര നടയിലേക്ക് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നമ്മളിങ്ങനെ കിടക്കാണ്. ആ പൊന്നുണ്ണിക്കണ്ണനെ അതാ നിൽക്കുന്നത്. നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണല്ലേ. എങ്ങനെയാ കണ്ണൻ ഉണ്ടാവാന്ന്, എന്തൊക്കെ കാര്യങ്ങളല്ലേ കണ്ണനോട് പറയാനുള്ളത്. എല്ലാം പ്ലാൻ ചെയ്ത് പോയതാണ്. മനസ്സിലിങ്ങനെ കണ്ണനോട് വല്ലതും പറയാനായിട്ട് നമ്മളിങ്ങനെ മനസ്സിൽ ഓർത്തോർത്ത് പോയതാണ്. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ കാണാണ്. അതാ ശ്രീലകത്തേക്ക് ഒന്ന് നോക്കുക. എങ്ങനെയാ കണ്ണനുള്ളത്. കണ്ണൻ അതാ ആ സഹസ്രതല പത്മത്തിൽ, അതായത് ആ ആ എന്താ പറയാ, ആ താമരയിൽ അങ്ങനെ നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെയാണ് നമ്മളിന്ന് കാണുന്നത്. ഹരേ കൃഷ്ണ. അങ്ങനെ ഈ പൊന്നുണ്ണിക്കണ്ണൻ അതാ താമരയിൽ താമരക്കണ്ണനായിട്ടാണ് നിൽക്കുന്നത്. എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതല്ലേ, അയ്യോ ഒന്ന് താമരക്കണ്ണനെ ഒന്ന് കാണാനായിട്ട്, എന്ന് താമരക്കണ്ണനായാൽ മതിയായിരുന്നേ. അങ്ങനെ എന്ന് നമ്മൾ സ്വപ്നം കാണുന്നതാ ആ പൊന്നു താമരക്കണ്ണനെ കാണാനായിട്ട്. ആ പൊന്നുണ്ണിക്കണ്ണൻ അങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട് നമ്മൾ എത്ര കണ്ട് കൊതിച്ചിട്ടുണ്ടല്ലേ. ഓരോ ദിവസവും നമ്മൾ കൊതിച്ചിരിക്കുന്ന ഭാവമാണ്. പക്ഷെ നമ്മൾ കാണുമ്പോൾ വേറെ പല ഭാവത്തിലായിരിക്കും കണ്ണൻ ഉണ്ടാവുക. അതാ ആ 1000 ഇതളുകളുള്ള ആ താമരയുടെ നടുവിലായിട്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് നമ്മളെ ഭക്തരെ കാണാനായിട്ട്, ഭക്തരെ ആശീർവദിക്കാനായിട്ട് സന്തോഷകരമായ ഭാവത്തോടുകൂടി ആ കുഞ്ഞു പുഞ്ചിരിയോടുകൂടി പൊന്നുണ്ണി അതാ പൊന്നോടക്കുഴൽ വായിച്ചുകൊണ്ട് അതാ ഇങ്ങനെ നിൽക്കുന്ന ആ മനോഹരമായ ഭാവമാണ് ശ്രീലത്ത് നമ്മളിന്ന് കാണുന്നത്. ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള തൃക്കാൽ പണച്ചുകൊണ്ട് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണുമ്പോൾ എന്ത് ചന്തല്ലേ. സുന്ദരക്കുട്ടനായിട്ട് ഇങ്ങനെ ആ പൊന്നു താമരയിൽ ഇങ്ങനെ നിൽക്കുന്ന ആ ഭാവത്തെ ഇങ്ങനെ പൊന്നുണ്ണിക്കണ്ണനെ ഇങ്ങനെ കാണാനായിട്ട് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോവാണല്ലേ. കണ്ണനെ നമ്മൾ ആഗ്രഹിച്ചാണ് ഇന്ന് പൊന്നുണ്ണി ഇങ്ങനെ ആയിരിക്കുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അതാ ഇന്ന് ശ്രീലകത്തേക്ക് എത്താണ്. ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമ്മൾ കൊതിച്ച് അതാ നിൽക്കുന്നു പൊന്നുണ്ണി പൊന്നോടക്കുഴൽ വായിച്ചുകൊണ്ട് അതിമനോഹരമായ വേണുഗാനം പൊഴിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിനെയൊക്കെ ആശ്വാസമാക്കിക്കൊണ്ട്, നമ്മുടെ ഇങ്ങനെ മനസ്സിൽ ആശ്വാസവും സന്തോഷവും സാന്ത്വനവും ഒക്കെ ആയിക്കൊണ്ട് ആ പൊന്നോടക്കുഴൽ വിളി നാദം കേൾക്കുമ്പോൾ നമ്മളെല്ലാ സകല ദുഃഖങ്ങളൊക്കെ ഇങ്ങനെ എങ്ങോട്ടൊക്കെയോ പോകുന്ന പോലെ അല്ലേ. കണ്ണന്റെ ആ വേണുനാദം കേൾക്കാൻ ഭാഗ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. പൊന്നുണ്ണിയുടെ അങ്ങനെയുള്ള വേണുഗാനത്തിലൂടെ അങ്ങനെ പൊന്നുണ്ണി ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ തൃക്കാൽ പണച്ചുകൊണ്ട് നിൽക്കുന്ന പൊന്നുണ്ണിയാണ് നമ്മൾ കാണുന്നത്. ആ കൈവളകളും തോൾവളകളും അരമണിക്ക് ഇങ്ങനെയൊക്കെ ആയിട്ട് ആ പൊന്നിൻ കിരീടമൊക്കെ ആയിട്ട് മേൽപ്പീലിയൊക്കെ ചൂടിക്കൊണ്ട് ആ പൊന്നു ഉണ്ണിക്കണ്ണൻ ഗോപീചന്ദനൊക്കെ ചാർത്തിക്കൊണ്ട് അതിമനോഹരമായ പുഞ്ചിരിയോടുകൂടി നമ്മളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ആ കണ്ണന്റെ ആ കണ്ണിലേക്ക് എല്ലാവരും നോക്കാം. ആ ചുണ്ടിലെ പുഞ്ചിരിയൊക്കെ ഒന്ന് എല്ലാവരും കാണാം. നമ്മളെ ഇങ്ങനെ കാത്തുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ എപ്പോഴേ അറിഞ്ഞിരിക്കുന്നു അല്ലേ. നമ്മളെ എന്നേ അറിഞ്ഞിരിക്കുന്നു പൊന്നുണ്ണിക്കണ്ണൻ നമ്മൾക്ക് വേണ്ടിയിട്ട് അതാ അവിടെ
കാത്തു നിൽക്കുന്നു. ആ ഭാവത്തിലാണ് നമ്മൾ ഇന്ന് പൊന്നുണ്ണിയെ കാണുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾ ഇന്ന് കാണാണ്. വളരെയധികം സന്തോഷത്തോടു കൂടി നമ്മളിങ്ങനെ ഭഗവാന്റെ പൊന്നു തൃപ്പാദങ്ങൾ നമ്മളിങ്ങനെ നമസ്കരിക്കുകയാണല്ലേ. കണ്ണാ എപ്പോഴും കൂടെ ഉണ്ടാവണേ കണ്ണാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നെഞ്ചോട് ചേർത്തേക്കണേ കണ്ണ എന്നും മനസ്സിലിങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കണേ കണ്ണ എന്ന് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ പൊന്നുണ്ണിക്കണ്ണനോട് എന്ത് പറഞ്ഞാലും എന്ത് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞെല്ലാം മാറ്റിത്തരുന്ന ആ വേണുഗാനത്തിലൂടെ നമ്മുടെ മനസ്സിങ്ങനെ ശാന്തമാക്കുന്ന ഏതൊരാൾക്കാണ് ആ വേണുഗാനം കേൾക്കുമ്പോൾ നമുക്ക് ഏതൊരാൾക്കും മനസ്സിന് കുളിരേകുന്ന മനസ്സിന് സന്തോഷം നൽകുന്ന ആ വേണുഗാനമാണ് നമ്മൾ ഇന്ന് കേൾക്കുന്നത്. ആ പൊന്നുണ്ണിക്കണ്ണൻ നമുക്ക് വേണ്ടി വേണുകൂതിക്കൊണ്ട് ആ താമരയിൽ അതാ പൊന്നുണ്ണി ഇങ്ങനെ തൃക്കാൽ പണച്ചുകൊണ്ട് നിൽക്കുന്ന അതിമനോഹരമായ ഭാവത്തെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. എപ്പോഴും പറയാനും ഉച്ചപൂജ അലങ്കാരത്തിൽ ഏറ്റവും കൂടുതൽ എനിക്കും ഇഷ്ടം താമരക്കണ്ണനെ പറയാനാണ്. കാര്യമുണ്ട് കേട്ടോ, താമരക്കണ്ണനെ പറയുന്നതിലും ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. കണ്ണൻ അത്രയും സന്തോഷവാനാണ്, അതുകൊണ്ടാണ് താമരയിൽ കയറി നിൽക്കുന്നത്. അങ്ങനെയുള്ള പൊന്നുണ്ണി കണ്ണനെ നമുക്ക് അവിടെ കാണാം. ആ ശ്രീലകത്ത് നെയ്വിളക്കിന്റെ ഒക്കെ ഇങ്ങനെ ശോഭയിൽ ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമുക്ക് കാണുന്നുണ്ട്. അവിടെ നിന്ന് എത്തുന്ന ആ നെയ്ത്തിരിയുടെ ഗന്ധം ഇങ്ങനെ ആ നെയ്ത്തിരിയുടെ ഗന്ധം, ചന്ദനത്തിരിയും കർപ്പൂരത്തിന്റെ ഒക്കെ ഗന്ധം, ആ സാമ്പ്രാണിയുടെയും ശരിയാ ശരിയാ എല്ലാം ശരിയാണ്. കണ്ണനെല്ലാം അറിയാം. കണ്ണന്റെ എല്ലാ അലങ്കാര വർണ്ണനയിലും എപ്പോഴും ഇങ്ങനെ പല്ലി അലയ്ക്കുന്നത് എപ്പോഴും കേൾക്കാറുണ്ട്. ഞാൻ എപ്പോൾ പറയായാലും എവിടെയാണെന്നറിയില്ല, എവിടെയോ ഉണ്ട് അങ്ങനെ പല്ലിയിരുന്ന് ചിലയ്ക്കും കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അത് കേൾക്കാൻ സാധിക്കും. എല്ലാം ഭഗവാന്റെ നിശ്ചയമാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ഞാനിത് പറയുന്നതും എൻ്റെ കർമ്മമാണ്. ഭഗവാൻ എന്നെ ഏൽപ്പിച്ച കർമ്മമാണത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. സന്തോഷം തോന്നുന്നു. കണ്ണനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. കണ്ണനെ കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ. എപ്പോഴും കണ്ണനെ കുറിച്ച് മാത്രമാണ് എൻ്റെ ചിന്തകളും സംസാരങ്ങളും എൻ്റെ പ്രഭാഷണങ്ങളും എൻ്റെ ചെറിയ ചെറിയ സ്പീച്ചസും ഒക്കെ. മോട്ടിവേഷൻ ആയാലും എന്ത് തന്നെ ആയാലും എല്ലാം ഭഗവാനെ കുറിച്ചാണ്, പൊന്നുണ്ണി കണ്ണനെ കുറിച്ചാണ്. എന്ത് പറഞ്ഞാലാ മതിയാവ? കണ്ണനെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരാത്ത ഒരു ഭാവമാണ്. എത്ര പറഞ്ഞാലും മനസ്സിലിങ്ങനെ എപ്പോഴും സന്തോഷം ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന കണ്ണനെ കുറിച്ച് പിന്നെ എന്താ പറയാ? കണ്ണനെ കുറിച്ച് മാത്രം പറയാനായിട്ട് ഭാഗ്യം സിദ്ധിച്ച ആ ഒരു അനുഗ്രഹം എന്തോ കണ്ണൻ എനിക്ക് തന്നിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. കാര്യം ഞാൻ മൂന്നര വർഷമായിട്ട് ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരം പറയുന്നു, ചെറിയ ചെറിയ സ്പീച്ചസ് പറയുന്നു. എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടി തന്നെയാണ് ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണൻ ഇന്നിങ്ങനെ ആ സഹസ്രദല പത്മത്തിൽ ആ പൊന്നു താമരയിൽ അങ്ങനെ നിൽക്കുന്ന ഭാവമാണ് നമ്മൾ കാണുന്നത്. ആ പൊന്നു പാദങ്ങളൊക്കെ നമസ്കരിക്കാൻ കിട്ടും നമ്മുടെ ഭാഗ്യമാണ്. ഭഗവാൻ ഇങ്ങനെ ആ പൊന്നു തൃക്കാൽക്കൽ കാച്ചു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണന്റെ ആ കാൽക്കലൊക്കെ ഒന്ന് തൊടാനൊക്കെ കിട്ടുന്ന ഭാഗ്യം എല്ലാവരും മനസ്സുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക. പൊന്നു തൃപ്പാദങ്ങളെ തൊട്ട് നമസ്കരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അതുപോലെ തന്നെ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് നമുക്കിന്ന് ഭഗവാന്റെ ഈ ഒരു ഭാവത്തിൽ എപ്പോഴും ഞാൻ പറയുമ്പോൾ പറയും, ചുറ്റും നമ്മൾ പോകുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ആ ഗണപതി ഭഗവാനെ കണ്ടുകൊണ്ട് അവിടെ ദശാവതാരത്തിന്റെ വിവിധ ഭാവങ്ങൾ കൊത്തിവെച്ച ആ ചിത്ര തൂണുകളൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് നമ്മൾക്ക് ഭഗവാന്റെ പുഷ്പാഞ്ജലി ഒക്കെ വാങ്ങിക്കൊണ്ട് യശോദാമ്മയൊക്കെ കണ്ടുകൊണ്ട് അവിടെ നിന്ന് ആ അനന്തശായിയായിട്ടുള്ള പൊന്നു ഭഗവാനെ, പൊന്നു മഹാവിഷ്ണുവായിട്ടുള്ള പൊന്നു നാരായണനെ കണ്ടുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഏത്തമിടുന്നുണ്ട് അല്ലേ. അങ്ങനെ അവിടെ നിന്ന് 108 208 ഒക്കെ ഏത്തമിടുന്നുണ്ട്. അതൊക്കെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാം പുണ്യമാണ്. അവിടെ ആ ഭഗവാന് മുന്നിൽ 108 ഏത്തമിടുന്നത് അല്ലെങ്കിൽ 208 ഏത്തമിടുന്നതൊക്കെ പല കാര്യങ്ങളും ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് പലതും പുതിയ പുതിയ അറിവുകളാണ് എനിക്ക് കിട്ടുന്നത്. തമ്പുരാട്ടിയാണ് എനിക്കിതൊക്കെ പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ യാത്രയിൽ എല്ലാ വിശുദ്ധമായ വിവരണങ്ങളൊക്കെ തന്നത് തമ്പുരാട്ടിയാണ്. എന്താ പറയുക, സത്യത്തിൽ ഞാനിതൊന്നും കാണുന്നൊന്നുമില്ല, എന്നാലും വ്യക്തമായിട്ട് എനിക്ക് പറയുന്നതൊക്കെ
സത്യമാവുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാവുന്നുണ്ട് എന്നുള്ളതാണ്. ഞാനിതൊക്കെ ചോദിക്കുമായിരുന്നു, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെയുണ്ടോ എന്ന് ചോദിക്കുമായിരുന്നു. എല്ലാം കൃത്യമായി തന്നെയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ഭഗവാന്റെ അടുത്ത് സശാൽ അനന്തശായി ആയിട്ടുള്ള ഭഗവാന്റെ അടുത്ത് വന്നിട്ട് 108ഉം 208ഉം ഒക്കെ ഏത്തമിടുന്നത്. ഓക്കെ, അങ്ങനെ എല്ലാവർക്കും സാധിക്കട്ടെ, ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. പിന്നെ തിരിഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഭഗവാന്റെ നടയിൽ ബാക്കിൽ നിന്നുകൊണ്ട് നെഞ്ഞോടടുപ്പിച്ചുകൊണ്ട് കൈകാലുകൾ നിർത്തി വെച്ചുകൊണ്ട് അങ്ങനെ ഭഗവാനെ നീണ്ടു നേർന്ന് നമസ്കരിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് അതിയായി പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നു ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് നമ്മളെപ്പോഴും പറയുന്ന പോലെ മണിക്കിണറൊക്കെ ഒന്ന് കാണാം കേട്ടോ. അങ്ങനെ മണിക്കിണറൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് ഭഗവാന്റെ ആ ചുമരിലുള്ള ആ ശില്പങ്ങളൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് ആ ചിത്രങ്ങളൊക്കെ ഒന്ന് നമുക്ക് ഒന്ന് നിരീക്ഷിക്കാം. അവിടെ പ്രധാനമായിട്ടും എപ്പോഴും പറയുന്ന പോലെ തന്നെ പൊന്നുണ്ണിക്കണ്ണൻ്റെ താമരക്കണ്ണനായിട്ടിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ നമുക്കവിടെ കാണുന്നുണ്ട് അല്ലേ. കുറച്ചങ്ങോട്ട് പടിഞ്ഞാറ് മാറിയാണ് ഇപ്പോഴത്തെ താമരക്കണ്ണൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എപ്പോഴും ഭഗവാനെ കാണാനായിട്ട് ഗുരുവായൂർ പോവുകയാണെങ്കിൽ നിർബന്ധമായും പൊന്നുണ്ണിക്കണ്ണനെ കാണണം, താമരക്കണ്ണനെ കാണണം. എന്ത് കാര്യം നമുക്ക് ആ താമരക്കണ്ണനോട് പറഞ്ഞാൽ താമരക്കണ്ണൻ എല്ലാം നടത്തി തരും എന്നുള്ളതാണ് അവിടുത്തെ ഒരു ഐതിഹ്യമുള്ളത്. അപ്പം അതുകൊണ്ട് കണ്ണനോട് പറയാം, താമരക്കണ്ണനോട് എല്ലാം നമുക്ക് പറയാം. നമ്മുടെ ഒരു മോനായിട്ട് കണ്ടുകൊണ്ട് ഭഗവാന്റെ ആ അനുഗ്രഹത്തിൽ നമുക്ക് താമരക്കണ്ണനെ കൂടെ കൂട്ടാം. നമ്മളെ കാണുമ്പോഴത്തേക്കും നമുക്ക് തൊഴുതങ്ങ് നോക്കുമ്പോഴത്തേനും നമ്മുടെ കയ്യും പിടിച്ച് പിന്നാലെ വരുന്ന ആ താമരക്കണ്ണനെ നമുക്ക് കൂടെ കൂട്ടാം. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കാം. നമ്മളിങ്ങനെ പൊന്നോടക്കൊള്ളുമായിട്ട് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ ഭാവത്തെ ഇങ്ങനെ മനസ്സിലേക്ക് ചേർത്ത് കൊണ്ടുവരാട്ടോ. എല്ലാവർക്കും മനസ്സിൽ നിത്യമായ ശാന്തി സമാധാനം ഉണ്ടാവാനായിട്ടും ജീവിതത്തിലെ എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളും കഷ്ടപ്പാടും എല്ലാം മാറാനായിട്ടും താമരക്കണ്ണനോട് പ്രാർത്ഥിക്കുക. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണനാണെന്ന് താമരക്കണ്ണനായിട്ട് ഇന്ന് ശ്രീലകത്ത് നിൽക്കുന്നത്. അങ്ങനെയുള്ള പൊന്നുകണ്ണനെ കണ്ടുകൊണ്ട് നമുക്കിന്ന് അങ്ങോട്ട് വടക്കേ വാതിലൂടെ നമ്മളൊന്ന് താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ ഭഗവാനെ വീണ്ടും കാണുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ ഇന്ന് എന്നോടൊപ്പം എൻ്റെ ശബ്ദത്തോടൊപ്പം ഇന്ന് ഗുരുഭവനപുരിയിലെത്തിയിട്ട് ഭഗവാനെ ശ്രീലകത്ത് കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഭഗവാനെ കാണാനായിട്ട് ആ ഗുരുഭവനപുരിയിൽ എത്തിയിട്ടുള്ള എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ എപ്പോഴും പറയാറുള്ള പോലെ ലോകത്തെമ്പാടുമുള്ള രോഗികളായിട്ടുള്ള എല്ലാവരുടെയും ഭഗവാനെ ഒന്ന് കാണാനായിട്ട് മനസ്സുകൊണ്ട് വിചാരിച്ചുകൊണ്ട് തിരുനടയിൽ എത്താനായിട്ട് ഒന്ന് സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഈ ശബ്ദം എല്ലാവരുടെ കാതുകളിൽ എത്തട്ടെ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. എപ്പോഴും അത് തന്നെയാണ് കേട്ടോ, എപ്പോഴും അങ്ങനെയാണ് പ്രാർത്ഥിക്കുക. എൻ്റെ ശബ്ദം എല്ലാവരിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ. പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് സന്തോഷത്തോടു കൂടി ആ താമരക്കണ്ണനെ കണ്ടുകൊണ്ട് എല്ലാവർക്കും നമ്മൾ തിരിക്കുകയാണ്. പോരാൻ തോന്നുന്നില്ല അല്ലേ, വല്ലാത്ത സങ്കടമാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. വീണ്ടും വരാം. കണ്ണൻ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ആ താമരക്കണ്ണനെ മനസ്സിൽ പ്രതിഷ്ഠിക്കുക. എപ്പോഴും കണ്ണനെ കാണാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. രാധേശ രാധേശ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ.